रहे। നമ്മുടെ ഹൃദയങ്ങളെ ഉയരത്തിലേക്ക് കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. हम अपने मनों को प्रभु की ओर ताके, നമ്മുടെ മനസ്സ് മറ്റു ചിന്തകളിൽ ചിതറിപ്പോകാതെ ഏകാഗ്രതയോടെ നമുക്കായിരിക്കാം. अपने मनों को दूसरे चिंताओं में भटकने से बचाकर एकाग्र मन से हम बैठे. നമ്മൾ ഓൺലൈനിന്റെ സഹായത്തോടെ മീഡിയ ഫേസ്ബുക്ക് ലൈവിലൂടെ ആണെങ്കിലും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കാം. हम अपने अपने घरों में ऑनलाइन फेसबुक के द्वारा इस सर्विस को अटेंड कर रहे हैं तो भी एक ही मन से प्रार्थना के माहौल में अपने अपने घरों पे बैठे. നമുക്കറിയാം കോവിഡ്-19 എന്ന മഹാവ്യാധി ലോകത്തെ കീഴ്പ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. हम जानते हैं कि कोविड-19 जैसे नाम की एक महामारी पूरी दुनिया में फैल रही है और लाखों लोग मौत की ओर जा रहे हैं. ദൈവമേ, ഈ മഹാവ്യാധിയെ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रभु से प्रार्थना करें कि परमेश्वर इस महान महामारी को इस धरती से मिटा दे. വലിയൊരു ദൈവപ്രവൃത്തി നടന്നില്ല എങ്കിൽ മനുഷ്യവർഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. एक प्रभु का महान अद्भुत काम अगर नहीं होता है तो हम मनुष्य को आगे बढ़ना बहुत मुश्किल हो जाएगा. ഇന്ന് വരെയുള്ള കണക്ക് നോക്കിയാൽ ലോകത്ത് ഏകദേശം 35 ലക്ഷം ആളുകൾ കൊറോണ അഫക്റ്റഡ് ആയി. അതിൽ ഏകദേശം 2.5 ലക്ഷം ആളുകൾ മരണത്തിലേക്ക് തള്ളപ്പെട്ടു. अभी तक के आंकड़ों को अगर हम देखें तो पिछले दिनों में 33 लाख लोग कोरोना से ग्रसित हुए हैं और उनमें से 2.5 लाख लोग मर चुके हैं, मौत हो चुकी है. നമ്മൾ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വീടുകളിൽ ആയിരിക്കുന്നു. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ നോർമൽ ലൈഫ് ഡിസ്റപ്റ്റഡ് ആയിരിക്കുന്നു. हम इस लॉकडाउन की वजह से अपने अपने घरों में बंद है और अपने डेली लाइफ के अपने दिनचर्या को सब कुछ डिस्टर्ब हो चुका है. രാജ്യങ്ങളെ നമ്മൾ നോക്കിയാൽ വലിയ സാമ്പത്തിക തകർച്ചകൾ അവർ നേരിടുന്നു. अगर हम दूसरे देशों को देखें और अपने देश में भी हम देखें तो आज सब देश बड़े-बड़े आर्थिक संकट में है. നമ്മുടെ മെഡിക്കൽ സയൻസും സയന്റിസ്റ്റും ടെക്നോളജി എല്ലാം നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. हमारे मेडिकल साइंस और बड़े-बड़े साइंटिस्ट और टेक्नोलॉजी सब कुछ इस वायरस के सामने असमर्थ हो चुके हैं. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കറിയാം ഇതൊക്കെ ദൈവത്തിന്റെ പുനരാഗമനത്തിന്റെയും അന്ത്യകാലത്തിലും സംഭവിക്കേണ്ടത് തന്നെ. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി പ്രോസസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. पर हम विश्वासियों के लिए हम जानते हैं कि ये सब कुछ प्रभु यीशु मसीह के दूसरे आगमन के पहले होने वाले चिन्हों में से एक बात है. നമ്മുടെ കൈകളിലുള്ള ദൈവവചനം, ഈ തിരുവചനം നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. हमारे हाथ में जो बाइबल है, जो पवित्र शास्त्र है, वो हमारे जीवनों को बदलने वाला वचन है. ഇത് നമ്മുടെ മഹാദൈവത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. ये हमारे महान परमेश्वर का एक प्रतिरूप है. ഇതിൽ നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. इस वचन में हमारी आशा को बढ़ाने वाले कई वचन हैं. ഈ തിരുവചനത്തിലുള്ള വിശ്വാസം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. इस वचन में लिखे हुए इस वचन पर हम अगर विश्वास करें तो वो हमारे लिए हमारे जीवन को बढ़ाने वाली बातें हैं. ഈ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം കേവലം ആത്മവിശ്വാസമോ മറ്റു മനുഷ്യരിലോ ഉള്ള വിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസമാണ്. आमेन. इस वचन पर जो हमारा विश्वास है वो दूसरों पे विश्वास करने जैसा या फिर अपने आप पे जो हम आत्मविश्वास रखते हैं वैसा नहीं है. ये परमेश्वर पर विश्वास रखने जैसा है. വചനത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എങ്കിലും എന്റെ വചനം ഒഴിഞ്ഞു പോകില്ല. परमेश्वर के वचन में लिखा है कि आकाश और पृथ्वी ढल जाएगी पर मेरा वचन कभी ना डलेगा. ഈ വചനത്തിലെ സത്യങ്ങൾ, നിറവേറിയ വചനമാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. इस वचन में लिखे हुए जो सत्य बातें हैं, सच्चाई के वचन हैं, वही हमारे विश्वास को बढ़ाते हैं. നമ്മുടെ ഈ പ്രവചന വചനങ്ങൾ നമ്മുടെ ഭാവി കാലത്ത് ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ദൈവം എഴുതി വെച്ചിരിക്കുന്ന ബ്ലൂ പ്രിന്റ് ആണ്. इस वचन में जो भविष्यवाणी की बातें लिखी हुई है वो हमारे भविष्य में आने वाली बातों का एक ब्लूप्रिंट है. മറ്റ് ലോകത്തിലെ മറ്റു ഒരു ബുക്കിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര ഒരു പ്രൊഫറ്റിക് ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യമുള്ള ബുക്കാണ് നമ്മുടെ കയ്യിലെ ഈ ദൈവവചനം. इस दुनिया के और कोई भी पवित्र शास्त्रों में या फिर शास्त्रों में को क्लेम नहीं कर सकते. उस तरह की बहुत सारी भविष्यवाणी की बातें हमारे वचन में लिखी हुई है, इस पवित्र शास्त्र में लिखे हैं. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ
अगर हम हमारे प्रभु यीशु मसीह के बारे में ही अगर वचन के से पढ़ते हैं तो അവൻ എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, वो कहाँ पैदा होंगे, किसके द्वारा पैदा होंगे, അവൻ ക്രൂശിക്കപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും, वो क्रूस पर चढ़ाए जाएंगे और उसके तीसरे दिन जी उठेंगे, അവൻ പുനരുത്ഥാനം സംഭവിക്കുമെന്നും, वो वापस जी उठेंगे करके ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ കൂടി വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ये सब कुछ सालों पहले कई पवित्र आत्मा के द्वारा, कई भविष्यवक्ताओं के द्वारा इस वचन में लिखे गए हैं. യെശയ്യാവ് 7:14 അവൻ കന്യകയിൽ നിന്ന് ജനിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. यशाया 7:14 आयत में लिखा है कि वो एक कुमारी के द्वारा पैदा हुआ होगा. മീഖ 5:2 അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. मीका 5वें अध्याय की दूसरी आयत में लिखा है कि वो बैतलहम में पैदा होगा. യെശയ്യാവ് 53 അധ്യായത്തിൽ അവൻ മനുഷ്യരുടെ പാപങ്ങളെ വഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. यशाया 53 में वो सारे मानव जाति के पापों को उठाएगा करके लिखा है. സെക്കറിയാവ് 11:12 അവൻ 30 വെള്ളിക്കാശിനാൽ ഒറ്റി കൊടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. जकरिया 11 अध्याय के 12वीं आयत में लिखा है कि वो 30 चांदी के टुकड़ों के लिए बेचा जाएगा. സങ്കീർത്തനം 22:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. भजन संहिता 22वें अध्याय के 14 से लेकर 16वीं आयत में हम क्रूसीकरण के बारे में पढ़ते हैं. യെശയ്യാവ് 53:9 കർത്താവിന്റെ അടക്കം സമ്പന്നന്മാരോട് കൂടി ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. यशाया 53 के 9वीं आयत में हम पढ़ते हैं कि मृत्यु के समय वह धनवान का संगी हुआ. സങ്കീർത്തനം 16:10 അവന്റെ ശരീരം പാതാളത്തിൽ ഏൽപ്പിക്കപ്പെടില്ല, പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അവന്റെ ശരീരം ദ്രവത്വം കാണുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. भजन संहिता 16वीं अध्याय के 10वें आयत में हम पढ़ते हैं कि पवित्र भक्त के सड़ने ना देगा. സങ്കീർത്തനം 68:18 അവൻ ഉയരത്തിലേക്ക് കയറി പോകുമെന്നും എഴുതിയിരുന്നു. भजन संहिता 68 के 18वें आयत में हम पढ़ते हैं कि वो उठा लिया जाएगा. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് എഴുതിയിരുന്ന എല്ലാ പ്രവചനങ്ങളും അക്ഷരം പ്രതി ലെറ്റർ ബൈ ലെറ്റർ നിറവേറി. वैसे ही अगर प्रभु यीशु मसीह के बारे में लिखे हुए हर भविष्यवाणी शब्द व शब्द पूरा हुआ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും, രണ്ടാമതും അക്ഷരീകമായി പ്രത്യക്ഷനാകും എന്ന് എഴുതിയിരിക്കുന്ന പ്രവചന വാക്യവും നിറവേറും. अगर ऐसा है तो जो बातें परमेश्वर के वचन में प्रभु यीशु मसीह के बारे में लिखा गया है कि वो वापस अपने दूतों, सामर्थी दूतों के साथ में हमें लेने के लिए आएगा, ये भविष्यवाणी भी जरूर पूरी होगी. നമുക്ക് വേഗത്തിൽ അന്ത്യകാലത്ത് കർത്താവിന്റെ പുനരാഗമനവും അന്ത്യകാലത്തെ കുറിച്ചും കർത്താവിന്റെ വചനത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. हम जल्दी से हम परमेश्वर के वचन में जो कुछ भी प्रभु के दूसरे आगमन के बारे में लिखा है उन बातों को भी जरा हम ध्यान करें. മത്തായി സുവിശേഷം 24 അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. मत्ती रचित सुसमाचार 24वें अध्याय के 3 से लेकर 14वीं आयत तक में അതിന്റെ 3ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവായ യേശു ഒലിവ് മലയിൽ ഇരുന്നപ്പോൾ അവന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്നു. उसके तीसरी अध्याय में लिखा है कि जब यीशु मसीह जैतून के पहाड़ पर बैठा था तो उनके शिष्य उनके पास गए. ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, അങ്ങയുടെ പുനരാഗമനം എപ്പോൾ സംഭവിക്കും, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? तो उन शिष्यों ने यीशु मसीह से पूछा कि आपका दूसरा आगमन कब होगा और उनके चिन्ह क्या-क्या होंगे. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് മത്തായി സുവിശേഷം 24:6 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങളെ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. तो यीशु मसीह मत्ती रचित सुसमाचार 24 के 6 आयत से क्या-क्या चिन्ह होंगे उसका पूरा लिस्ट एक-एक करके उनको बता के दिए. നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും. तुम लड़ाइयों की चर्चा सुनोगे. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും ഉണ്ടാകും. अकाल पड़ेंगे और भूकंप होंगे और ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. जाति पर जाति और राज्य पर राज्य चढ़ाई करेंगे. നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. तुम पकड़वाए जाओगे और तुम्हें मार डालेंगे. എന്റെ നാമനിമിത്തം അനേകർ നിങ്ങളെ പകയ്ക്കും. मेरे नाम के कारण सब जाति के लोग तुमसे बैर रखेंगे. കള്ളപ്രവാചകന്മാർ അനേകരെ തെറ്റിക്കും.
झूठे भविष्यवक्ता उठ खड़े होंगे और बहुतों को भरमाएंगे। അധർമ്മം വർദ്ധിക്കുന്നതുകൊണ്ട് സ്നേഹം തണുത്തു പോകും. अधर्म के बढ़ने से बहुतों का प्रेम ठंडा पड़ जाएगा। എങ്കിലും സുവിശേഷം ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും. पर तब भी सुसमाचार सारे जगत में प्रचार किया जाएगा। അപ്പോൾ അവസാനം വരുമെന്ന് എഴുതിയിരിക്കുന്നു. तब अंत आएगा, ऐसा लिखा है। ഇതിന്റെ തുടർച്ചയായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. और इसी के कंटिन्यूएशन में यीशु ने और भी कुछ बातें कही हैं। लूका रचित सुसमाचार 21वें अध्याय के 24वीं आयत से लेकर 26वीं आयत तक। ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 24-ാം വാക്യത്തിൽ യഹൂദ ജാതിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ദൈവം പറയുന്നു. तो लूका रचित सुसमाचार 21 अध्याय के 24वें आयत में हम यहूदी लोगों के साथ में क्या-क्या होगा उसके बारे में हम पढ़ सकते हैं। അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുമെന്നും वे तलवार के कौर हो जाएंगे, ജാതികൾ അവരെ ബദ്ധന്മാരാക്കി കൊണ്ടുപോകുമെന്നും सब देशों के लोगों में बंदी होकर पहुंचाए जाएंगे, ജാതികൾ യെരൂശലേമിനെ ചവിട്ടി കളയുമെന്നും എഴുതിയിരിക്കുന്നു. यरूशलेम अन्य जातियों से रौंदा जाएगा कि लिखा है। 25-ാം വാക്യം മുതൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കർത്താവ് വിശദീകരിക്കുന്നു. और उसके 25वें आयत में हम यीशु हमें प्रकृति में होने वाले चेंजेस के बारे में बताते हैं। സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. सूरज और चांद और तारों में चिन्ह दिखाई देंगे, ആകാശം ശക്തിയോടെ ഇളകിപ്പോകും. आकाश की शक्तियां हिलाई जाएंगी, ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന് അറിയാതെ മനുഷ്യർ പേടിച്ച് നിർജീവരായി നോക്കി നിൽക്കും. भय के कारण और संसार पर आने वाली घटनाओं की बाट देखते देखते लोगों के जी में जी ना रहेगा। അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടു കൂടി മേഘത്തിൽ വരും. तब वे मनुष्य के पुत्र को सामर्थ और बड़ी महिमा के साथ बादल पर आते देखेंगे। കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്ത് മേഘത്തിൽ വരുമ്പോൾ ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടും. റാപ്ചർ. जब यीशु मसीह बादलों पर आएगा तो भूमि पर से जो कलीसिया है वो उठा ली जाएगी, उसे हम रैप्चर कहते हैं। ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള 7 വർഷം കഷ്ടതയുടെ കാലമാണ്, ട്രിബുലേഷൻ പീരീഡ്. जब कलीसिया भूमि पर से उठा ली जाएगी तो उसके बाद के अगले 7 साल बड़ी क्लेश का समय होगा। റാപ്ചറിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ 4-16-17 വ്യക്തമായി എഴുതിയിരിക്കുന്നു. ये रैप्चर के बारे में पहले थिस्सलुनीकियों की पत्री 4थे अध्याय के 16 और 17 में बहुत ही क्लियरली लिखा गया है। കർത്താവ് താൻ ഗംഭീരനാദത്തോടും प्रभु आप ही स्वर्ग से उतरेगा, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും प्रधान दूत के शब्द सुनाई देगा, ദൈവത്തിന്റെ കാഹളത്തോടും परमेश्वर की तुरही फूकी जाएगी, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും उतरकर ललकार के साथ में उतरकर आएगा। മരിച്ചവർ ഉയർക്കുകയും जो मसीह में है मरे हैं वे पहले जी उठेंगे, ജീവനോടെ ശേഷിക്കുന്ന നാം तब हम जो जीवित और बचे रहेंगे അവരോടൊന്നിച്ച് മേഘത്തിൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. उनके साथ बादलों पर उठा लिए जाएंगे। അപ്പോൾ ഈ വാക്യങ്ങളിൽ റാപ്ചറിനെ കുറിച്ച് ദൈവം ആ പ്രോസസ്സിനെ കുറിച്ച് വ്യക്തമായി ദൈവം പറയുന്നു. तो इस आयत में रैप्चर के बारे में, उठा लिए जाने के बारे में बहुत ही क्लियरली लिखा गया है। ഈ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമുള്ള 7 വർഷത്തെ കുറിച്ച് മത്തായി സുവിശേഷം 24-21 പറയുന്നു. ये जब कलीसिया रैप्चर हो जाएगी, उठा ली जाएगी, उसके बाद में जो 7 साल में ट्रिबुलेशन का पीरियड होगा, जो क्लेश का पीरियड होगा, उसके बारे में मत्ती 24वें अध्याय के 21वें आयत से हम पढ़ सकते हैं। 21-ാം വാക്യത്തിൽ പറയുന്നത്, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിക്കാത്തതും ഇനിമേൽ സംഭവിക്കാൻ പാടില്ലാത്തതുമായ മഹാകഷ്ടത ഉണ്ടാകും. 21वें आयत में हम पढ़ते हैं, उस समय ऐसी भारी क्लेश होगा जैसा जगत के आरंभ से ना अब तक हुआ और ना कभी होगा। ഈ 7 വർഷത്തിന്റെ അവസാന 3.5 വർഷം മഹാകഷ്ടതയുടെ കാലമായിരിക്കും, ഗ്രേറ്റ് ട്രിബുലേഷൻ. तो हमने कहा कि ट्रिबुलेशन जो क्लेश का समय 7 वर्ष का होगा, उस 7 वर्ष के अंदर के 3.5 वर्ष महाक्लेश का समय होगा, ग्रेट ट्रिबुलेशन का समय होगा। ഈ ട്രിബുലേഷൻ പീരീഡിന്റെ മധ്യത്തിൽ അന്തിക്രിസ്തു എഴുന്നേൽക്കും. तो जो ग्रेट ट्रिबुलेशन का महाक्लेश के समय में एंटी क्राइस्ट आएगा, जिसे हम मसीह विरोधी कहते हैं। അന്തിക്രിസ്തു ഈ ഭൂലോകത്തെ ഭരിക്കും, കൺട്രോൾ ചെയ്യും. ये जो मसीह विरोधी है वो पूरे दुनिया के ऊपर राज करेगा, അവൻ രാജ്യങ്ങളെ കബളിപ്പിക്കും, वो पूरे दुनिया को भरमाएगा, അവൻ മൃഗമാകും,
वो एक उसके बारे में लिखा गया है कि वो एक पशु या जानवर के रूप में उनका वर्णन किया गया है। വെളിപ്പാട് 13ന്റെ അധ്യായത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് ദൈവം വിശദമായി പറയുന്നു. प्रकाशित वाक्य के 13वीं अध्याय में हम मसीह विरोधी के एंटी क्राइस्ट के बारे में बहुत क्लियरली पढ़ सकते हैं. അന്തിക്രിസ്തു തന്റെ പൈശാചിക ശക്തികൾ ഉപയോഗിച്ച് ലോകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. उसमें ये भी लिखा गया है कि मसीह विरोधी अपने शैतानिक दुष्ट शक्तियों के द्वारा कई चमत्कार करेगा. ഈ നമ്മൾ ചിന്തിച്ച ട്രിബുലേഷനും ഗ്രേറ്റർ ട്രിബുലേഷനും അന്തിക്രിസ്തുവിന്റെ എഴുന്നേൽപ്പിനും ശേഷം കർത്താവായ യേശുക്രിസ്തു അക്ഷരീകമായി മടങ്ങി വരുമെന്ന് 2 തെസ്സലോനിക്കർ 1:6-7 എഴുതി വെച്ചിരിക്കുന്നു. तो ये जब ग्रेटर ट्रिबुलेशन भी खत्म हो जाएगा तो उसके बाद में और जब मसीह विरोधी आएगा, आने के बाद में 7 साल के अंत में यीशु मसीह फिर से आएगा करके उसके बारे में दूसरे तेस्सलोनिकियों पहले अध्याय के 7वें आयत में हम पढ़ सकते हैं. അതിൽ 6-7 എഴുതിയിരിക്കുന്നു, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാണ്. उसके 6 और 7वें आयत में हम पढ़ सकते हैं कि प्रभु यीशु अपने सामर्थी दूतों के साथ धधकती हुई आग में स्वर्ग से प्रकट होगा. കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാരും ദൂതന്മാരുമായി അക്ഷരീകമായി ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. प्रभु यीशु अपने उठा लिए गए संतों और अपने सामर्थी दूतों के साथ में इस धरती पर वास्तव रूप से शारीरिक रूप से वापस आएगा. കർത്താവായ യേശു ഭൂമിയിലേക്ക് രണ്ടാമതും മടങ്ങി വരുമ്പോൾ ഈ മഹാ ട്രിബുലേഷൻ പീരീഡിൽ പിടിച്ചു നിന്ന വിശ്വാസികളെയും ചേർത്തുകൊള്ളും. ട്രിബുലേഷൻ സെയിൻസിനെയും ദൈവം ചേർത്തുകൊള്ളും. तो जब ये यीशु मसीह दूसरी बार जब पूरे अपने सारे संतों के साथ में यहाँ वापस धरती पर आएगा, तो जिन लोगों ने अपने क्लेश के समय में दृढ़ खड़े रहे, धीरज के साथ में परमेश्वर के पे विश्वास करते हुए खड़े रहे, उनको भी अपने साथ में ले लेगा. കർത്താവിന്റെ ഈ രണ്ടാം വരവിൽ കർത്താവ് ദുഷ്ടന്മാരെയും അന്തിക്രിസ്തുവിനെയും സാത്താനെയും ന്യായം വിധിക്കും. और जो दूसरे बार जब यीशु आएगा तब उस वक्त वो अपने एंटी क्राइस्ट को, मसीह विरोधी को, शैतान को और बाकी जितने भी दुष्ट लोग हैं उन सबों का न्याय करेगा. ഇതിനുശേഷം കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ ലോകത്തിൽ മിലേനിയൽ റെയിൻ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കാലഘട്ടം മാറ്റപ്പെടും. और इस बार परमेश्वर आने के बाद भी उनका न्याय करने के बाद में यीशु मसीह अगले 1000 साल के लिए इस धरती पर राज करेगा. വെളിപ്പാട് പുസ്തകം 20:4 ഒടുവിലത്തെ പോർഷനിൽ എഴുതിയിരിക്കുന്നു, അവർ ജീവിച്ച് 1000 ആണ്ട് അവനോടുകൂടി വാണു. 1000 ആണ്ട് കർത്താവിനോടുകൂടി വാണു. മില്ലേനിയം. तो भविष्य प्रकाशित वाक्य 20वें अध्याय के 4th आयत के आखिरी पोर्शन में हम पढ़ते हैं कि वे जीवित होकर मसीह के साथ 1000 वर्ष तक राज करते रहेंगे. इसे हम मिलेनियम रेन भी कहते हैं. ഇതിനുശേഷം കർത്താവിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്, അന്തിമ ന്യായവിധി. और उसके बाद में परमेश्वर का अंतिम न्याय होगा, न्याय का दिन होगा. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ തന്നെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. प्रकाशित वाक्य उसके 20वें अध्याय के 11वें आयत में ही हम देखते हैं कि मैंने एक बड़ा श्वेत सिंहासन और उसको उस पर बैठा हुआ है देखा. കർത്താവ് യേശുക്രിസ്തു ആ വെള്ള ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, ആ വെള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ന്യായം വിധിക്കും. तो प्रभु यीशु मसीह उस महान सफेद श्वेत सिंहासन ग्रेट व्हाइट थ्रोन पर बैठकर न्याय करेगा. കർത്താവ് ആ 20-ാം വെളിപ്പാട് പുസ്തകം 20:15 എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാരും സാത്താനും അന്തിക്രിസ്തുവും അടക്കമുള്ള ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുകയും ചെയ്യും. और वैसे ही प्रकाशित वाक्य 20वें अध्याय के 15वीं आयत में हम पढ़ सकते हैं कि जितने भी दुष्ट और जितने भी लोगों का नाम जीवन की पुस्तिका में नहीं होगा उनको आग की झील में डाल दिया जाएगा. ഇതിനുശേഷം കർത്താവ് പാപക്കറയില്ലാത്ത ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശം സൃഷ്ടിക്കും. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. तो इसके बाद में जब उनका न्याय हो जाने के बाद में प्रभु यीशु एक नया आकाश और नई पृथ्वी की सृष्टि करेगा जिसमें पाप बिल्कुल नहीं होगा. വെളിപ്പാട് പുസ്തകം 21:1 എഴുതിയിരിക്കുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. प्रकाशित वाक्य 21वें अध्याय के पहली आयत में हम पढ़ते हैं, फिर मैंने नए आकाश और नई पृथ्वी को देखा क्योंकि पहला आकाश और पहली पृथ्वी जाती रही थी.
അങ്ങനെ നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ ഈ ക്രമത്തിൽ ഭാവികാല സംഭവങ്ങൾ ദൈവ വെളിച്ചത്തിൽ നമുക്കിപ്പോൾ ചിന്തിക്കാൻ സാധിച്ചു. तो इस तरह से हमने जिस तरह से वचन से उठा के देखा कि क्या किस क्रम से बातें भविष्य में होने वाली है. ഒരിക്കൽ കൂടി നമുക്ക് ആ ക്രമം ആ ഒരു ഓർഡർ നമ്മുടെ മനസ്സിൽ പതിയേണ്ടതിന് വേണ്ടി പെട്ടെന്ന് ചിന്തിക്കാം. तो हम एक और बार उस क्रम को एक और बार रिवाइज करते हैं ताकि ये क्रम हमारे दिमाग में पूरी तरह से बैठ जाए और हम विश्वासी इसको याद करते रहें. മത്തായി 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യം, അതിന് തുടർച്ചയായി ലൂക്കോസ് 21-ന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്ന അന്ത്യകാലത്തിലെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. तो हम मत्ती रचित सुसमाचार 24वें अध्याय और लूका रचित सुसमाचार 21वें अध्याय में हमने कई सारे आखिरी दिनों में होने वाले चिन्हों के बारे में पढ़ा. അതിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ജാതി ജാതിയോട് എതിർക്കുമെന്ന് കണ്ടു. उसमें हमने पढ़ा कि लड़ाइयाँ और लड़ाइयाँ की चर्चा सुनेंगे और जाति पर जाति और राज्य पर राज्य लड़ाई करेंगे. ഈറ്റുനോവിന്റെ ആരംഭമായ ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. और सब जगहों पर अकाल और महामारियां पड़ेंगे. പെർസിക്യൂഷൻ വർദ്ധിക്കുമെന്ന്, എന്റെ നാമത്താൽ അനേകർ നിങ്ങളെ പകയ്ക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. मसीही लोगों के ऊपर सतावट बढ़ेगी करके हमने पढ़ा. കള്ളപ്രവാചകന്മാർ false prophets എഴുന്നേൽക്കുമെന്ന് നമ്മൾ കണ്ടു. झूठे भविष्यवक्ता उठेंगे और लोगों को भरमाएंगे करके हमने पढ़ा. അധർമ്മം വർദ്ധിക്കുന്നതുകൊണ്ട് സ്നേഹം തണുത്തു പോകും എന്ന് നമ്മൾ ചിന്തിച്ചു. अधर्म बढ़ने की वजह से प्रेम ठंडा पड़ जाएगा करके हमने पढ़ा. എങ്കിലും സുവിശേഷം ലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടുമെന്ന് നമ്മൾ വായിച്ചു. और तब भी सुसमाचार पूरे दुनिया भर में फैलाया जाएगा करके हमने पढ़ा. ലൂക്കോസ് 21-ൽ യഹൂദ ജാതി ലോകത്തിന്റെ നാലുപാടും ചിതറി പോകുമെന്നും लूका 21वें अध्याय में हमने पढ़ा कि यहूदी लोग दुनिया के चारों तरफ फैल जाएंगे. എങ്കിലും താഴോട്ട് അത്തിയുടെ ഉപമയിൽ അത്തി തളിർക്കുമെന്ന് നമ്മൾ വായിച്ചു. और हमने पढ़ा उसके 29वें अध्याय में पढ़ा कि अंजीर के वृक्ष कोपले मतलब अंकुरित होंगे करके हमने पढ़ा. 25 മുതൽ ലൂക്കോസ് 21-25 മുതൽ പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു. लूका 21वें अध्याय के 25वें आयत में प्रकृति में क्या-क्या चेंजेस आएंगे उसके बारे में हमने पढ़ा. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തി ഇളകി പോകും. सूरज और चांद और तारों में चिन्ह दिखाएंगे. आकाश की शक्तियां हिल जाएंगी करके हमने पढ़ा. ഭൂമി എന്ത് ഭവിക്കുമെന്ന് അറിയാതെ മനുഷ്യർ നിർജീവരായി നോക്കി പേടിച്ചിരിക്കും എന്ന്. संसार में होने वाली घटनाओं को देखकर लोग डर कर बैठेंगे करके हमने पढ़ा. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോടുകൂടി മേഘത്തിൽ വരുമെന്ന് നമ്മൾ ചിന്തിച്ചു. और ये सब कुछ होता रहेगा. तब उस वक्त मनुष्य का पुत्र बहुत अब तेजोमय होकर अपने स्वर्गदूतों के साथ में उतर के आएगा. അങ്ങനെ കർത്താവ് മേഘത്തിൽ വരുമ്പോൾ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. റാപ്ചർ നമ്മൾ അതും ചിന്തിച്ചു. तो इस तरह से जब यीशु मसीह अब बादलों पर आएगा तब कलीसिया इस भूमि पर से उठा ली जाएगी. तो ये है रैप्चर. सबसे पहले हमने अंतिम दिनों के चिन्हों के बारे में पढ़ा और उसके बाद दूसरा जो इवेंट है वो रैप्चर है. ഈ റാപ്ചറിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ 4:16-17 വളരെ വിശദമായി കർത്താവ് പറയുന്നു. तो हम इस रैप्चर के बारे में पहले थिस्सलुनीकियों की पत्री चौथे अध्याय के 14 से लेकर 16वीं आयत में हम पढ़ सकते हैं. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം കഷ്ടതയുടെ കാലം, ട്രിബുലേഷൻ, ഗ്രേറ്റർ ട്രിബുലേഷൻ ആയിരിക്കുമെന്ന് നമ്മൾ വായിച്ചു. तो जब कलीसिया भूमि पर से उठा ली जाने के बाद में ग्रेट ट्रिबुलेशन क्लेश का समय आएगा 7 साल के लिए. മത്തായി 24-21 നമ്മൾ കണ്ടു. ഇതുവരെ സംഭവിക്കാത്തതും ഇനി സംഭവിക്കാൻ ഇടയില്ലാത്തതുമായ മഹാകഷ്ടമാണ് ആ ട്രിബുലേഷൻ പീരീഡ്, ഗ്രേറ്റർ ട്രിബുലേഷൻ ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിച്ചു. और उसमें लिखा मत्ती रचित सुसमाचार 24वें अध्याय के 21वें आयत में हम पढ़ सकते हैं कि आज तक कभी इस संसार में ऐसा नहीं हुआ. ऐसे भयंकर काम उस ट्रिबुलेशन के समय, क्लेश के समय में होंगे. ഇതിന് മധ്യത്തിൽ അന്തിക്രിസ്തു എഴുന്നേൽക്കുമെന്നും അന്തിക്രിസ്തു ഈ രാജ്യത്തെ, ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുമെന്നും ഈ ലോകത്തെ കബളിപ്പിക്കുമെന്നും പൈശാചിക ശക്തിയുടെ സഹായത്തോടെ അത്ഭുതങ്ങൾ ചെയ്യുമെന്നും നമ്മൾ ചിന്തിച്ചു. और फिर हमने देखा कि इसी बीच में जब क्लेश का समय के बीच में अंतिक्रिस्त मसीह विरोधी वो उठ खड़ा होगा और वो शैतान की शक्तियों की मदद से कई चमत्कार करेगा और लोगों को भरमाएगा करके हमने पढ़ा. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. प्रकाशित वाक्य 13वें अध्याय में हम एंटी क्राइस्ट के बारे में क्लियरली पढ़ सकते हैं. ഈ
ഈ സമയത്ത് ഇതിന്റെ മധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരും തൻ്റെ വിശുദ്ധന്മാരുമായി അക്ഷരീകമായി മടങ്ങി വരും, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്ന് 2 തെസ്സലോനിക്കർ 1:6-7 വായിക്കുന്നു. और इसके बाद में अंतिक्रिस्त जब यहाँ पर राज कर रहा होगा, तब उस समय पे प्रभु यीशु मसीह अपने उठा लिए गए संतों के साथ में और सामर्थी दूतों के साथ में फिर से वास्तविक रूप से इस धरती पर उतर कर आएगा. കർത്താവിന്റെ ഈ അക്ഷരികമായ പുനരാഗമനത്തിൽ ഈ ട്രിബുലേഷൻ പീരീഡിൽ പിടിച്ചു നിന്ന വിശുദ്ധന്മാരെ ചേർക്കുകയും സാത്താനെയും അന്തിക്രിസ്തുവിനെയും മറ്റു ദുഷ്ടന്മാരെയും ന്യായം വിധിക്കുകയും ചെയ്യും. और जो लोग यहाँ पर परमेश्वर पर विश्वास करके दृढ़ खड़े रहे, उन लोगों को अपने साथ में ले लेगा और शैतान को और मसीह विरोधी को और दूसरे दुष्ट लोगों का न्याय करेगा. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മില്ലേനിയം റെയിൻ. उसके बाद में 1000 वर्ष के राज के बारे में हमने पढ़ा, उसको हम मिलेनियम रेन कहते हैं. വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാനം അത് എഴുതിയിരിക്കുന്നു. प्रकाशित वाक्य 20वें अध्याय के चौथी आयत में हम उसके बारे में पढ़ सकते हैं. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20-ന്റെ 11-ൽ എഴുതിയിരിക്കുന്നു, ഈ 1000 ആണ്ട് വാഴ്ച മില്ലേനിയത്തിന് ശേഷം ഫൈനൽ ജഡ്ജ്മെന്റ്, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. प्रकाशित वाक्य 20 के 11 में हम पढ़ते हैं कि जब वो मिलेनियम रेन 1000 साल का 1000 वर्ष का राज्य खत्म हो जाएगा, तो उसके बाद में ग्रेट व्हाइट थ्रोन जजमेंट होगा. बड़े श्वेत सिंहासन पर बैठकर परमेश्वर न्याय करेगा. അതുപോലെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ൽ എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാരും സാത്താനും അന്തിക്രിസ്തുവും അടങ്ങുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് എഴുതിയിരിക്കുന്നു. और उसके बाद में इसी अध्याय में प्रकाशित वाक्य 20 के 20वें अध्याय में 15वीं आयत में लिखा है कि उस न्याय के दिन जिन भी लोगों का नाम जीवन की पुस्तिका में नहीं होगा, वो आग के झील में डाल दिए जाएंगे. അതിനുശേഷം അവസാനമായി കർത്താവ് പാപക്കാര ഏതുമില്ലാത്ത പുതിയ ആകാശവും പുതിയ ഭൂമി, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് ഉണ്ടാക്കും എന്ന് എഴുതിയിരിക്കുന്നു. और उसके बाद में हम प्रकाशित वाक्य 21वें अध्याय में पढ़ सकते हैं कि वो न्याय के दिन के बाद में वो नया आकाश और नई पृथ्वी बनाएंगे. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഈ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് നമ്മൾ വായിക്കുന്നു. प्रकाशित वाक्य 21वें अध्याय में हम नए आकाश और नई पृथ्वी के बारे में पढ़ सकते हैं. നമ്മൾ ഈ ദൈവവചന വെളിച്ചത്തിൽ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം, നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. तो हम ये सब वचन पढ़ने के बाद में हमें समझना है कि यीशु जल्दी आने वाला है, और इसलिए हमें जागते रहना है, प्रार्थना करते रहना है, तैयार होकर बैठना है. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ, हम जिस दुनिया में जिस जनरेशन में हम अभी रहते हैं, उसको अगर हम देखें तो ടെക്നോളജി അത് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. टेक्नोलॉजी बहुत बढ़ चुका है. ക്യാഷ്ലെസ് സൊസൈറ്റി, ഡിജിറ്റൽ വേൾഡിലേക്ക് ലോകം മാറുന്നു. कैशलेस सोसाइटी और डिजिटल वर्ल्ड की ओर दुनिया जा रही है. മൈക്രോചിപ്പ്, സെൻസേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. माइक्रोचिप्स और सेंसर्स वगैरह लाए गए हैं. നമ്മളെ ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷനും നമ്മുടെ എല്ലാ വൈറ്റൽ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്ന സെൻസേഴ്സും മൈക്രോചിപ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞു. हमें ट्रैक कर सकते हैं, हम कहाँ जा रहे हैं उन सबों के बारे में इंफॉर्मेशन रखने वाला, हमारे हेल्थ इंफॉर्मेशन रखने वाला और हमारे सारे अकाउंट सब चीज़ों के बारे में इंफॉर्मेशन रखने वाले माइक्रोचिप्स बनाए गए हैं. വെളിപ്പാട് പുസ്തകം 13-ൽ അന്ത്യക്രിസ്തുവിന്റെ ഒരു നമ്പർ സംഖ്യ ഉണ്ടായിരിക്കും, അത് 666 ആയിരിക്കുമെന്നും അന്ത്യകാലത്ത് വാങ്ങിക്കുവാനും കൊടുക്കുവാനും ഒരു മാർക്ക് വേണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. प्रकाशित वाक्य 13वें अध्याय में लिखा है कि जो मसीह विरोधी होगा उसका एक नंबर होगा और वो 666 होगा, 666 होगा, और हमें खरीदने के लिए और बेचने के लिए हर काम करने के लिए उस चिन्ह की जरूरत होगी करके लिखा हुआ है. അതുപോലെ നമ്മൾ ഇപ്പോൾ ദിവസവും ക്യാഷ് കയ്യിൽ കൊണ്ട് നടക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, മൊബൈൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. पेटीएम, गूगल पे, एप्पल पे, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. हम अभी की दुनिया में ही जब हम रह रहे हैं तो हम कई बार जब बाहर जाते हैं तो अपने हाथ में पैसा लेके जाने की ज़रूरत नहीं है, क्योंकि कार्ड्स है. अगर कार्ड्स नहीं भी हो तो हमारे फ़ोन्स हैं, फ़ोन के अंदर ऐसे एप्लीकेशंस ऐप्स हैं जैसे गूगल पे है, पेटीएम है, एप्पल पे है, वो सबके द्वारा हम दुकान में जाए तो बिना पैसे के ही हम खरीदारी कर सकते हैं.
അങ്ങനെ ആ ബാർകോഡുകളെ സ്കാൻ ചെയ്ത് ട്രാൻസാക്ഷൻ നടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കും നമ്പറിനെ കുറിച്ചും സംഖ്യകളെ കുറിച്ചും ബാർകോഡിനെ കുറിച്ചും എല്ലാം ആ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. और इसके बाद ये जो उस दिनों में यूज होने वाले बारकोड्स के बारे में, माइक्रोचिप्स के बारे में, सेंसर्स के बारे में, इन सब के बारे में प्रकाशित वाक्य 13वीं अध्याय में लिखा गया है. അങ്ങനെ ഈ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ടെക്നോളജി അന്തിക്രിസ്തു അവന്റെ ഈവിൾ പർപ്പസസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. तो ये जो एडवांस टेक्नोलॉजी है जिस दुनिया में हम आज उन जिन बातों पर हम गर्व करते हैं, वही बातों को लेकर एंटी क्राइस्ट जो मसीह विरोधी है, इन्हीं टेक्नोलॉजी की हेल्प से अपना काम करेगा. നമ്മളിപ്പോൾ നമ്മുടെ ലോകത്തിലെ രാജ്യങ്ങളുടെ ലീഡേഴ്സിനെയും ആ രാജ്യങ്ങളുടെ പൊളിറ്റിക്സ് ഒക്കെ നോക്കിയാൽ, अगर हम अभी के दुनिया के जो गवर्नमेंट है और जो पॉलिटिकल लीडर्स को हम अगर देखें तो ഇതെല്ലാം ഒരു വൺ വേൾഡ് ഗവൺമെന്റ് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ये वो लोग सब मिलकर एक वन वर्ल्ड गवर्नमेंट, एक दुनिया में एक ही गवर्नमेंट है करके उस एक संस्थान की तरफ वो लोग सब बढ़ रहे हैं. ഒരു ബൗണ്ടറീസ് ഇല്ലാത്ത, അതിർത്തികൾ ഇല്ലാതെ ഒരു വൺ വേൾഡ് ഗവൺമെന്റിന്റെ ഒരു അതിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. इस पूरे दुनिया में अभी पूरी दुनिया देशों में बटी हुई है, बट अभी आगे की और में जब भविष्य में बिना सीमाओं के पूरी दुनिया एक दुनिया बनकर पूरी दुनिया एक ही गवर्नमेंट के अंडर में आने जैसी बातों की और हम बढ़ रहे हैं. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ കർത്താവ് അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് അടുത്ത ഫേസിലോട്ട് കടക്കുന്നതിന്റെ ഒരു വാണിംഗ് ആയിട്ട് നമ്മൾ എടുക്കണം, ഒരു വേക്കപ്പ് കോൾ ആയിട്ട് എടുക്കണം. हम जब ये सब बातों को देखते हैं तो हम समझे कि दुनिया एक अलग लेवल पर, अलग स्टेज पर जा रही है. और ये सब बातें जब हम पढ़ते हैं रोज तो हमें ये सबको एक वेकअप कॉल, हमें उठने का एक समय हो गया है करके हमें जानना है. ഇതൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് അറിയുമ്പോൾ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ, സഭയാകുന്ന നാം വീണ്ടും മയക്കത്തിൽ നിന്ന് ഉറക്കത്തിലേക്ക് വീഴുവാനല്ല, പകരം हम जब ये सब बातें अपने रोजमर्रा हमें न्यूज़पेपर्स में जब पढ़ते हैं और जब हम वचन में ये सब बातों के बारे में वर्णन देखते हैं तो हम और सो नहीं जाए. हम कलीसिया പകരം നമ്മൾ ലാസ്റ്റ് റൗണ്ടിലാണ് ഓടുന്നത് എന്നുള്ള മനോഭാവത്തോടെ ഉണർന്നിരിക്കണം. पर हम अपने आखिरी चरण में दौड़ रहे हैं कि इस सोच के साथ में हमें रोज जागते रहना है. നമ്മുടെ പ്രയോറിറ്റി നിത്യജീവനായിരിക്കണം. हमारा प्रायोरिटी अनंत काल का जीवन होना चाहिए. ലൂക്കോസിന്റെ സുവിശേഷം 21:36 എഴുതിയിരിക്കുന്നു, ആകയാൽ ഈ സംഭവിപ്പാൻ പോകുന്നതിൽ നിന്നൊക്കെയും ഒഴിവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. വാച്ച് ആൻഡ് പ്രേ. लूका रचित सुसमाचार 21वें अध्याय के 36वें आयत में हम पढ़ते हैं कि जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो. അതുപോലെ മത്തായി സുവിശേഷം 24:42 എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. वैसे ही मत्ती रचित सुसमाचार 24वें अध्याय के 42वें आयत में लिखा है, जागते रहो क्योंकि तुम नहीं जानते कि तुम्हारा प्रभु किस दिन आएगा. അതുപോലെ മത്തായി സുവിശേഷം 24:44 എഴുതിയിരിക്കുന്നു, നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കും. वैसे ही मत्ती रचित सुसमाचार 24वें अध्याय के 44वें आयत में लिखा है कि तैयार रहो क्योंकि जिस घड़ी के विषय में तुम सोचते भी नहीं उसी घड़ी मनुष्य का पुत्र आ जाएगा. അതുകൊണ്ട് സഭയാകുന്ന നാം ഇപ്പോൾ ഉറക്കത്തിലും മയക്കവും ഒക്കെ വിട്ട് ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങിയിരിക്കുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. इसलिए हम कलीसिया अपने नींद को छोड़कर तैयारी के साथ में, जागते हुए प्रार्थना के साथ में हर समय बैठे रहे. കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു, അപ്പോൾ അവന്റെ വരവിന് വേണ്ടി നമ്മൾക്ക് ഒരുങ്ങാം. प्रभु यीशु मसीह का आगमन आ चुका है, अभी आने ही वाला है, इसलिए हम रोज उसकी तैयारी में बैठे रहे. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. प्रभु हमारी इन सब बातों में हमें मदद करे. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ബർഷേബ ചർച്ച് ഓഫ് ഗോഡ് ഉജ്ജയിനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. प्रभु यीशु इस तरह से एक मौका हमें दिया, उसके लिए हम बर्शेबा चर्च ऑफ गॉड का मैं धन्यवाद देना चाहता हूँ. കർത്താവ് യേശു വേഗത്തിൽ വരും. प्रभु यीशु